അയാളോട് പോയി പണി നോക്കാൻ പറ. നീ ചെയ്ത തന്നെ ശരി. നമുക്ക് വേറെ ജോലി നോക്കാം. അല്ല, നിനക്ക് നമ്മുടെ മനുവിന്റെ ഷോപ്പിൽ നിന്നൂടെ? എന്തോടാ? ഒന്നുമില്ല ചേട്ടാ, ഒരു ഉപ്പില്ല. എന്തോ ഒരു വള്ളിക്കെട്ടാണല്ലോ. എന്തൊരു നെഗറ്റീവാ നിങ്ങള്. എന്താണ്? മനു ഒന്നും പറഞ്ഞില്ല. അല്ല അല്ല ശ്രീജാനെ ഡിസൈനറായിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ്, നല്ല കാര്യം, നല്ല കാര്യം. പക്ഷേ ഞാൻ വേണേ നമ്മുടെ അക്ഷയത്ത് സുധീന്ദ്രനുമായിട്ട് ഒന്നുകൂടെ സംസാരിക്കാം. ഞാനും പുള്ളിയും തമ്മിൽ ഭയങ്കര ഇതാ. അതിന്റെ ആവശ്യമില്ല. മനുവിന്റെ കടയിൽ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റില്ലെങ്കിൽ വേണ്ട, നീ വാടി. അല്ല ശ്രീജ, നീ വിചാരിക്കും പോലത്തെ ഒരു ഇഷ്ടമൊന്നും അയാൾക്ക് നിന്നോട് ഇല്ലടി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വന്നാൽ ലോകത്ത് ഏത് കാമുകനാ വേണ്ടെന്ന് പറയാം. ചിലപ്പോ ഒരാളെ കൂടെ നിർത്താൻ മാത്രമുള്ള വർക്കൊന്നും ആയിട്ടുണ്ടാവില്ലടി. അത് പറയാൻ മടിച്ചിട്ടാവും. നീയേ ഇങ്ങനെ പൊട്ടിക്കളിയായിട്ട് ജീവിച്ചോ? എന്നാലും നിനക്ക് അവളെ കൂടെ നിർത്തായിരുന്നു. എല്ലാം അറിഞ്ഞോണ്ട് നിങ്ങൾ തന്നെ ഇത് പറയണം. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഡൗട്ടാ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന്. ഇനി കടയിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ പിന്നെ വെടിപ്പായി. സംഗതിയൊക്കെ ശരിയാ, എന്നാലും വെളുക്കാൻ തച്ചത് പാണ്ടാവരുത് കേട്ടാ മനു. ഒന്നും ആവില്ലെന്ന്. അവക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി നമ്മളിപ്പോ റെഡിയാക്കാൻ പോവല്ലേ. ആഹാ, അതെവിടെയാ? ആ പിള്ളേരെ കൂടെ ബോൾ കളിക്കാനാ നീ വന്നത്? ഇയാളാ വിശ്വേട്ടൻ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആളല്ലേ. ആള് വിചാരിച്ചാ നമുക്ക് ശ്രീജന പുള്ളിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എളുപ്പത്തിൽ കയറ്റാം. നമ്മൾ ചെല്ലുമ്പോ അയാളോട് എടുത്ത് വെച്ചേക്കേട്ടാ. പിന്നെയും തുടങ്ങി. ഒന്ന് പോസിറ്റീവ് അവന്റെ പൊന്ന് വർക്ക് കേട്ടോ. മനു, ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങി. പോസിറ്റീവ് സിംറ്റംസ് കണ്ടാ? എന്ന് വെച്ചാ ശുഭലക്ഷണങ്ങൾ. നമ്മുടെ ബോർഡുകൾക്കുള്ള മാറ്റർ എല്ലാം റെഡിയാ. താൻ കമ്മിറ്റി ഓഫീസിലേക്ക് ഒന്ന് പോയാൽ മതി. ഞാൻ തന്നെ വിളിക്കാനിരുന്ന വേറെ കാര്യത്തിനാ. എന്റെ ഒരു അനന്തരവൻ ചെക്കനുണ്ട്. അവൻ ഈ ഡിസൈനിങ്ങിലൊക്കെ ഭയങ്കര ക്രൈസാ. വിമലേ വാ, ഇവൻ കുറച്ചാൾ തന്റെ ഷോപ്പിൽ ഡിസൈനറായിട്ട് നിൽക്കട്ടെ അല്ലേ? ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്ന നല്ലതല്ലേ? പിന്നെ അത് വളരെ നന്നായിരിക്കും. നിന്റെ പോസിറ്റീവ് സിംസം വരുന്ന വരവ് കണ്ടോ? എടാ ഇത് മനുവേട്ടനെ എനിക്കറിയാം. മനുവേട്ടൻ കെട്ടാകുന്ന പൊണ്ണിയല്ലേ വിജയേട്ടൻ അടിച്ചോണ്ട് പോയത്. ഞാൻ വിജയേട്ടൻ സ്വന്തം ആളാൻ തോളി. അപ്പൊ വേണോട്ടാ ഷോപ്പിൽ നിന്ന് കാണാം. അത് വേണോട്ടാ ഷോപ്പിൽ വിൻഡോസ് ആണോ അതോ മാക് ആണോ? വിൻഡോസാ. അയ്യേ വിൻഡോസാ? അപ്പൊ വരുന്നില്ലേ? അല്ല വരും, പക്ഷെ മൺഡേനെ ലീവ് ആയിരിക്കും. ട്യൂസ്ഡേ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി, അപ്പൊ ഷാഫി ഞാൻ ബാറ്റ് ചെയ്യണം. മിടുക്കനവൻ. അപ്പൊ ശരി, പോവാ. മോനെ മനു, ഈ പോസിറ്റീവ് ആവുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ പോസിറ്റീവിന്റെ അടിയിലെ വാലിന് ഇത്തിരി നീളം കൂടി അത് വേറൊരു സാധനമാവും. അതെന്താണെന്നറിയോ നിനക്ക്? എന്താ? കുരിശ്. അതാ നീ ഇപ്പൊ പിടിച്ചേക്കണത്. സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊരുത്ത് വെക്കാം. ഇവിടെ പറഞ്ഞ കളികളൊക്കെ ആ കുരുപ്പം കനറിന് അത് വിശ്വേട്ടൻ്റെ അടുത്ത് എത്തിച്ചാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊസുങ്ങനാവും. മതി കടിച്ചത് ഇനി എന്റെ കടിച്ചു. കുറെ കാലം വെട്ടിയിട്ട്. മനോട്ടാ നിങ്ങൾക്ക് ഇവിടെ ഒരു AC വെച്ചുകൂടെ? ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുവരെ മോൻ വേണമെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന. ഓ വേണമെന്നില്ല. എനിക്ക് ചൂടെടുക്കുമ്പോൾ നമ്മുടെ പ്രിന്റിംഗ് റൂമിൽ AC ഉണ്ടല്ലോ, ഞാൻ അവിടെ കയറി ഇരിക്കാം. അല്ല മനോട്ടാ, മനോട്ട രാവിലെ എന്താ ഫോട്ടോഷോപ്പ് അടിച്ച്? ആ ആളെ നിനക്കറിയോ? പിന്നെ ആള് ഞാനും കട്ട ഫ്രണ്ട്സ് അല്ലേ. വെടുപ്പായി. ഒന്നുകൊള്ളട്ടെ ഈ കുരുപ്പിനെ. എന്തേലും ചെയ്യും. അത് ശരിയായില്ലടി. വേറെ 1-2 ഇന്റർവ്യൂസ് കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്താവും നോക്കാം. ശ്രീജ, ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ. ഇവനെന്താ ഇവിടെ? അത് ശ്രീജ, ഇവനെ വിശ്വട്ടം പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ല, പറഞ്ഞു വിടുന്ന വെച്ചാ ഞങ്ങള് വിശ്വട്ടന്റെ വർക്ക് ഇല്ലയോ? അതിപ്പോ വർക്ക് കുറെ. ശ്രീജ, 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 അവിടെ പോയി പണി നോക്കാൻ പറഞ്ഞോട്ടാ. നീ പോടേക്കാം. ഇറങ്ങി പോണോ അവിടുന്ന്? ആഹാ, കാണിച്ചുതരാം. എന്ത് കാണിച്ചു? കാണാം. നീ പോടാ. പോടാ അവിടുന്ന്. ഹലോ അങ്ങളെ, കുഴപ്പമില്ല. ഇനി സമയം വൈകിട്ടൊന്നുമില്ല. നടന്നതൊക്കെ നീ ഉള്ളതുപോലെ അവളുടെ അടുത്ത് പറ. എന്നിട്ട് ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റാൻ നോക്കും. ചെല്ല്. ശ്രീജ, വണ്ടിയോടെ വെക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മിനിറ്റ്. ശ്രീജ, ശ്രീജ നിനക്ക് ഞാൻ പറയട്ടെ. ശ്രീജ, സംസാരിക്കായിരുന്നു അല്ലേ? ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ഒന്ന് കാണണം. അയ്യോ വിശ്വട്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം.
പോയി മേടിച്ചോ. മനു, തന്റെ പ്രിന്റ് മോശമാണെന്നാ ഇവിടെ എല്ലാരും പറയണത്. അതുകൊണ്ട് നമ്മളത് വേറെ ടീമിന് കൊടുക്കുകയാണ്. വിശ്വട്ടാ, മറ്റാര് തരണേനേക്കാളും നല്ല ബെസ്റ്റ് പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് എന്റെ വാക്കാ. പ്ലീസ് വിശ്വട്ടാ, ഈ ഓർഡർ എനിക്ക് തന്നെ തരണം പ്ലീസ്. താനൊരു കാര്യം ചെയ്യും, നാളെ കലാസന്ധ്യയുടെ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ വെക്കാനുള്ള മെയിൻ ഫ്ലെക്സ് അടിച്ചോണ്ടോ. അത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓർഡർ തനിക്ക് തന്നെ തരാം. ഓക്കെ വിശ്വട്ടാ, താങ്ക്സ്. ആ എന്താണ്ടാ കെട്ടി തീർന്നാ? ഒരു 10 മിനിറ്റ് വിഷയം. പ്രിന്റ് സൂപ്പർ ആട്രാ. റേറ്റ് ഇത്തിരി കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. വിളിച്ചു പറഞ്ഞപ്പോൾ അവന്മാരെ നന്നായിട്ട് അടിച്ചു തുടങ്ങി. ഈ ഓർഡർ നമുക്ക് കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ നിനക്കറിയാലോ. ഇത് പഠിക്കാം. ആ പ്രിന്റ് കണ്ടിട്ട് മൂപ്പർക്ക് ഇഷ്ടമായി മതിയായിരുന്നു. വിശ്വട്ടനാ. മനു, തിരക്കിനിടെ തന്നെ വിളിക്കാൻ വിട്ടുപോയി. നമ്മുടെ ഉദ്ഘാടനത്തിന് വരാവുന്ന ആ തെണ്ടി കാല് മാറി. പകരം ഒറ്റപ്പാലത്തുള്ള നമ്മുടെ ആ നടനില്ലേ, ആ ആനന്ദൻ, ആള് വരാവുന്ന ഏറ്റിട്ടുണ്ട്. അപ്പൊ ആളുടെ പേര് വെച്ച് വേണം ഫ്ലെക്സ് അടിക്കാൻ. ആ പിന്നെ പരിപാടി ഇന്നാണ്, അത് മറക്കണ്ട. ഉദ്ഘാടകൻ ചത്ത. ഇല്ലടാ, മാറി. നീ പേടിക്കാണ്ടിരിക്കും. ആദ്യം നമ്മുടെ പുതിയ ഡിസൈൻ നീ കോയമ്പത്തൂർക്ക് മേലി. വൈകുന്നേരം അവരുടെ ഒരു സെറ്റ് പ്രിന്റ് കൂടെ നമുക്ക് വരാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ കൊടുത്തേക്കാൻ പറയാം. ആ ഇറങ്ങി ഇറങ്ങി നിൽക്കീന്ന് തരാ എവിടേക്കാ ഒന്ന് ആ ശരി. ഓ ഇത് കുറെ ഉണ്ടല്ലോ. പൈസ ഇല്ല, പോരാ, കുഴപ്പമില്ല, കുഴപ്പമില്ല. പോരാ, നമുക്ക് ഇനി കേക്ക്, കാണാനുള്ളതല്ലേ. ഡേയ്, മതി മതി, കുഴപ്പമില്ല. പോരാ, കാശില്ല. പോരാത്. ആ മധു, മനു കിട്ടിയിട്ടുണ്ട്. ആ ബാനറുണ്ട് എല്ലാം ഉണ്ട്. ഓക്കെ. ആ മാലതി, ഒന്ന് കാണണമല്ലോ. ശ്രീജിക്ക് തന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഷോപ്പിലേക്ക് വരുമോ? ഇവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കാം. സമാധാനമായല്ലോ. പക്ഷേ ശ്രീ, ഞാൻ ഇപ്പോഴും പറയണു, എനിക്ക് എന്തോ ഇത് അത്ര ശരിയായി തോന്നണില്ല. ചിക്കലഞ്ചേരി സെന്ററിൽ ഇനിയൊരു പ്രിന്റിംഗ് യൂണിറ്റിന് സ്കോപ്പ് ഒന്നുമില്ലടാ. പക്ഷെ സ്വന്തം നാട്ടിലൊരു സ്ഥാപനം അല്ലേടാ നിന്റെ അച്ഛൻ ആഗ്രഹിച്ചേ. അപ്പോൾ അത് നടത്തി കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ? രാവിലെ എന്താ ഇതിൽ എന്തോ കളിയുണ്ട്. ഇതിന് മുമ്പ് ഇവനിങ്ങനെ പോണത് ഞാൻ കണ്ടതാണ്. നീ വണ്ടി എടുക്ക്. അവിടെ രാവിലെ ഒന്ന് വേഗം പോടാ. അത് ഇതുവരെ കഴിഞ്ഞില്ലേ? വിഷുടെ ബാനർ ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല. അത് വിഷുവിനേറ്റതല്ലേ? താൻ വന്നേ. ചിഞ്ചിട് ഒന്നും പറ്റിയില്ലോ അല്ലേ? ഇടിച്ചിട്ടിട്ട് മുങ്ങാൻ നോക്കണം. കുട്ടിയെ ഞാൻ ഇടിച്ചിട്ടില്ല. അവന്റെ അടുത്ത് ചോദിച്ചോക്ക്. ഞാൻ ഇടിച്ചാ നിന്നെ. എന്റെ വണ്ടി എന്റെ മേത്ത് മുട്ടിയിട്ടില്ലാന്ന്. നീ എന്തിനാണ് കരയുന്നത്? ഇങ്ങനെ പൂള് വെച്ച് നീ നരകത്തിൽ പോകണ്ട ചെക്ക. എന്റെ മേത്തോട്ടിരുന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ബാഗ് വണ്ടിയിലിരിക്കും. എന്റെ ബാഗ് വണ്ടിയിലാണ്. എന്റെ ബാഗ് എന്നിട്ട് നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇപ്പോഴും ആ ചെക്കനെ കൊണ്ട് ആശുപത്രിയിലാണ്. ആ തെണ്ടി ചെക്കന് ഒരു കുഴപ്പമില്ലടാ. അവൻ എന്തിനാണ് ICU കയറി കിടക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ MRI സ്കാനർ കേടായതുകൊണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റുകളും ഇവർ എന്നെ കൊണ്ട് അടുപ്പിച്ച്. എനിക്കറിയില്ലടാ ഇവിടെ എന്താ നടക്കുന്നത്. ആ തെണ്ടി ചെക്കൻ ഒരു സൈക്കോ ഉണ്ടോ? സൈക്കോ. ഈ ഒരു ബില്ല് ഇല്ല ചേച്ചി, ഞാൻ അവന്റെ ആരുമല്ലാന്ന്. എനിക്ക് അറിയില്ല അവൻ ആരാന്ന്. വിശ്വട്ടൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ തിരിച്ചു വിളിക്കാം. ആ വിശ്വട്ടാ, വിശ്വട്ട ഒരു 10 മിനിറ്റ്. ഞാൻ ഇപ്പൊ എത്തിക്കാം. നീ എത്തിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരിക. ഞാൻ വരുമ്പോഴേക്കും നീ ബാനർ റെഡിയാക്കി വെച്ചേക്കണം.
മനോഹര നമ്മുടെ വീട്ടിലെ കോഴിക്കൂടിന്റെ മുകളിലിടാൻ കുറച്ച് ഫ്ലക്സ് വേണം. രാഷ്ട്രീയക്കാരത് വേണ്ട, സിനിമക്കാരത് മതി. കോഴികൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ലല്ലോ. ഡാ മനു, നീ എന്താ ആളെകളിയൊക്കെ? വിശ്വട്ടാ ഇതാ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് വിശ്വട്ടൻ ഇരിക്കും. 5 മിനിറ്റ്. അവൻ എന്റെ കോഴിക്കൂടിന്റെ ഫ്ലക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം? ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വിഷയം ആളില്ലേന്ന് വിശ്വട്ടാ പ്രിന്റ് റെഡി. നോക്ക് കണ്ട ചേട്ടാ, നിങ്ങളുടെ ഫ്ലെക്സ് ഇതിലുണ്ട്, വന്നെടുത്തു. ആണോ? എന്താ അല്ലേ? അപ്പൊ ഇതൊന്നും ഇവിടല്ലേ അടിക്കണത്? എവിടെന്ന്? ഞാൻ അന്നേ പറഞ്ഞല്ലോ വിശ്വട്ടാ, ഇതൊരുമാതിരി ഫ്രോഡ് സെറ്റപ്പാ. ശരിയാണോടാ? നിങ്ങളിവിടെ പ്രിന്റ് അടിക്കുന്നില്ലേ? മോനെ, എന്നിട്ടാണോ നീ എന്നെ ഇത്ര നേരിട്ട് കുറെ കളിപ്പിച്ചത്? നീ എന്താണ്ടാ വിചാരിച്ചത്? ആളെ പൊട്ടനാക്കാന്നാ? വിശ്വട്ടൻ വിചാരിക്കുന്നു. ഇനി വിചാരിക്കാനൊന്നുമില്ല. ആ ഓർഡർ നീ മറന്നേക്ക്. ഈ വിശ്വനായിട്ട് പണിയാൻ നോക്കിയിട്ട് ഈ നാട്ടിൽ നീ ഓർഡർ പിടിക്കുന്നു വിചാരിക്കണ്ട. വേറെ തിരക്കൊന്ന് കഴിയട്ടെ, നിന്നെ കണ്ടോളാം. എന്താ പറ്റി? രമേശ, എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രസിഡന്റിനെ ഒക്കെ കൊണ്ടുവന്ന് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയതാ. ഞങ്ങളത് കൈയോടെ പിടികൂടി. നാട്ടുകാരെ പറ്റിച്ചത് ഇതിനൊക്കെ പിന്നെ പറ്റിക്കാന്നല്ലാണ്ട് എന്ത് തേങ്ങയായിട്ടാ പറയേണ്ടത്? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും നിനക്കൊണ്ട് നടക്കില്ലാന്ന്. അപ്പൊ നീ എന്നോട് വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞ വാക്കിന് വിലയുള്ള ആണാണെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ റൂം എടുത്തോളാം. അന്ന് പറഞ്ഞ അതേ അഡ്വാൻസ് അതേ റെന്റ്. കേട്ട നീ ഇനി നാടകം കളിക്കാണ്ട് കടമുറി കാലിയാക്കാൻ നോക്ക്. എന്നെ കൊണ്ട് ഇമാതിരി വണ്ടി വലി പറ്റില്ല. നമുക്ക് പോവാം. മനുവിന് ഇതൊക്കെ അന്നേ പറയായിരുന്നില്ലേ? പറയായിരുന്നു. അതെ പറയായിരുന്നു, പിന്നെന്താ പറയാഞ്ഞേ? എനിക്ക് ബിസിനസ് ഒന്നും ശരിയാവില്ല എന്ന് ശ്രീജാനെ പറഞ്ഞല്ലേ. അതിപ്പോ ബോധ്യായില്ലേ? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. മനുവിന് പറ്റിയതല്ല ഈ ബിസിനസ്. യു ആർ എൻ ആർട്ടിസ്റ്റ്. അത് ഞാൻ അന്ന് പറഞ്ഞപ്പോ മനു കംപ്ലീറ്റ് റോങ് സെൻസിലെടുത്ത്. അതിന് കാരണം മനുവിന്റെ ഈ കോംപ്ലെക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ്. അത് മൂത്ത് പ്രാന്തായതാണല്ലോ ഈ കഴിഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം. ആർക്കാടി കോംപ്ലക്സ്? ആർക്കാന്ന്?